ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വേണോ വേണ്ടേന്ന് വിചാരിച്ചിട്ടുള്ള ഒരു നോമ്പുതുറ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് ഇനി അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഗാലറി കടന്നിട്ട് അതങ്ങോട്ട് തട്ടിക്കളിച്ച് ഡിലീറ്റ് ആക്കും. അപ്പോൾ അത് ഞാൻ അപ്ലോഡ് ചെയ്യാണ്. അപ്പോൾ ആ ഡെസ്കിൽ വന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുന്ന സ്റ്റാൻഡാണ് കേട്ടോ അത്. പിന്നെ ഇത് ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് എന്നെ പഠിപ്പിച്ചിട്ടുള്ള ടീച്ചറിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ ഹാമ്പർ ബോക്സിലുള്ള ഫ്രെയിം പാക്ക് ചെയ്ത് വെച്ചത് അത് എൻ്റെ ഫ്രണ്ട് ഓർഡർ ചെയ്തതാണ്. അവൾ അനിയൻ്റെ ബർത്ത്ഡേക്ക്. അനിയൻ്റെ ഫോട്ടോ അല്ല കേട്ടോ, അല്ലെ ഫാമിലി ഫോട്ടോ ആണ്. പിന്നെ ഇത് ആ ടീച്ചറിന് വേണ്ടിയിട്ടുള്ള സാരിയാണ്. അത് ഹാമ്പറിലാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു A4 സൈസിലുള്ള ഒരു ഫ്രെയിമും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ വാൾ പോസ്റ്റേഴ്സൊക്കെ ചാടി കിടക്കുന്നുണ്ട്. എന്താ അറിയില്ല, ശരിക്കും ഒട്ടിക്കണില്ല കേട്ടോ. പിന്നെ അതാ ഈ ഒരു ബുക്കിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചാനലിൽ വരുന്നതാണ്. എല്ലാവരും പോയി കാണണം. അപ്പോൾ അതൊക്കെ ഒന്ന് മറിച്ചു. പിന്നെ ഞാൻ ചുമരിൽ ഒട്ടിച്ചിട്ടുള്ള അതേപോലെ തന്നെ ചുമരിൽ ഫ്രെയിം ഒട്ടിച്ചിട്ടുണ്ടല്ലോ, അതും ഇങ്ങനെ ചാടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നോമ്പുതുറ ഉള്ളത് കുഞ്ഞാമാൻ്റെ കൂടെയാണ്. അപ്പോൾ ആ വീട്ടിലാണ് കേട്ടോ ഒന്ന് നോമ്പുതുറ ഉള്ളത്. പിന്നെ അത് അപ്പുറത്ത് പോയി നോക്കിയപ്പോൾ നല്ല കാറ്റും നല്ല കാർമയൊക്കെ നല്ല മൂടിക്കണുണ്ടായിരുന്നു. പിന്നെ ഓരോ വീട്ടിലേക്ക് ഓരോ വീട്ടിൽ പറഞ്ഞാൽ കുറേ ചെടികളും ഒക്കെ ഉണ്ട്. എനിക്ക് ചെടികൾ നട്ട് വളർത്തുന്ന ഇഷ്ടമാണ്, പക്ഷെ ഞാൻ പരിപാലിക്കൂല കേട്ടോ. അപ്പോൾ അതാ അവളുടെ വൈറ്റ് ഫ്ലവറും അതേപോലെ തന്നെ റോസ് ഫ്ലവറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതാ കിച്ചണിൽ ചെന്നപ്പോൾ ഉണ്ട് വത്തക്കയും അതേപോലെ തന്നെ പൈനാപ്പിളും ഒക്കെ കൊടുന്നിച്ചാണ്. പിന്നെ ഒരു ഭാഗത്ത് പൊക്കവട ഉണ്ടാക്കുന്നുണ്ട്. എല്ലാ സാധനങ്ങളും വീട്ടിൽ തന്നെ ഉണ്ടാക്കിക്കാണ് കേട്ടോ. പൊറോട്ട മാത്രം പുറത്ത് നിന്നിട്ടുള്ളൂ. പിന്നെ സമൂസ ഉണ്ടാക്കി വെച്ചിരിക്കണ്, ബിരിയാണി ദമ്മിടുന്നുണ്ട്. അങ്ങനെ ഓരോരോ പണികളിലായിരുന്നു എല്ലാവരും. പിന്നെ അതാ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ മോൾക്ക് പോവാണ് കേട്ടോ. ഞങ്ങൾ ഇവിടെ പരിപാടി ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ഒരു സാധനം ഞങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുവരില്ല. പിന്നെ അതാ അടുക്കളയിൽ ചെന്നപ്പോൾ വത്തക്ക ജ്യൂസ് അടിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ മോൾക്ക് പോയി. തണുത്ത വെള്ളമൊക്കെ എല്ലാവരും വീട്ടിലും ഇങ്ങനെ കുപ്പിയിൽ വെച്ചിരിക്കുന്നു. അപ്പോൾ അത് കൊണ്ടുവരാൻ പോയി. പിന്നെ വന്നപ്പോൾ പൈനാപ്പിൾ ജ്യൂസ് അടിക്കുന്നുണ്ട്. വത്തക്ക ജ്യൂസ് അപ്പോൾ അരിച്ചിട്ടില്ലേനു കേട്ടോ. പിന്നെ അരിച്ചു. പിന്നെ അത് മഴ ഒന്നിങ്ങനെ ചെറുതായിട്ട് പാറ്റി. അപ്പോഴേക്കും നോമ്പറക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും വത്തക്ക മുറിക്കലും അതേപോലെ തന്നെ എല്ലാ പണിയിലായിരുന്നു. പിന്നെ അതാ ഇവന് ഷോക്ക് വേണ്ടിയിട്ട് അളക്കണൊക്കെ ഉണ്ട്. ഇവനക്ക് വേണ്ടി ഒരു പെണ്ണുങ്ങൾ കണ്ടെത്തി തരണം. ഒരു പണി എടുത്തിട്ടില്ല, പക്ഷേ വെറുതെ ഒന്നാണ്ട് അളക്കുക. പിന്നെ അതാ ആപ്പിൾ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാം സെർവ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. ഫ്രൂട്ട്സും ഞങ്ങൾ എണ്ണക്കടികളാണ് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫ്രൂട്ട്സൊക്കെ സെർവ് ചെയ്യണത് ഓനാണ് കേട്ടോ, എൻ്റെ കസിനാണ്. എണ്ണക്കടികൾ ഉണ്ടായിരുന്നത് സമൂസയും അതേപോലെ തന്നെ പൊക്കവടിയും ഈത്തപ്പഴം പൊരിച്ചതായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ചോറ് ഞങ്ങൾ നിസ്കാരം ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്രയൊക്കെ തന്നെ വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ. കൂടുതലൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല, കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഒരു വീഡിയോ വരുമ്പോഴേക്കും ബൈ.